സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ഇന്ദ്രിയ ജയത്തെക്കുറിച്ച് പറയണം. എന്താണ് പറയേണ്ടത്? കാണുന്നതെല്ലാം, ഇഷ്ടപ്പെടുന്നതെല്ലാം വാങ്ങിക്കൂട്ടുന്നത്, കാണുന്നതെല്ലാം വാങ്ങിച്ച് തിന്നുന്നത്, ആഗ്രഹിക്കുന്നതൊക്കെ വാങ്ങിക്കൂട്ടുന്നത്. കാണുന്നതൊക്കെയും മനുഷ്യൻ ആഗ്രഹിക്കുന്നു. അയൽക്കാരൻ്റെ ഭാര്യ സുന്ദരിയാണെങ്കിൽ അവളെയും ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള മനുഷ്യർ ഇന്നുണ്ട്. ഇന്ന് ഉള്ള മനുഷ്യർ പലരും അന്യന്റെ ഭാര്യയെ ആഗ്രഹിച്ചിട്ട് അധാർമികമായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട്. ലജ്ജയില്ല. നിനക്കൊരു ഭാര്യയുണ്ട്, മക്കളുണ്ട്, നിനക്ക് ദൈവം ഒരു കുടുംബം നൽകിയിട്ടുണ്ട്. എന്നാൽ ഭാര്യയും വിവാഹ ജീവിതത്തെയുമൊക്കെ മറന്ന്, നീ ഒരു പിതാവാണെന്നുള്ള കാര്യം മറന്ന്, ഏതോ ഒരു സ്ത്രീയെ കണ്ടിട്ട് അവൾ സുന്ദരിയാണെന്ന് പറഞ്ഞ് മധുരമായി സംസാരിക്കുന്നുവെന്ന് പറഞ്ഞിട്ട് അവളുടെ പിറകെ നീ നടക്കുകയാണോ? ദൈവവചനം മുന്നറിയിപ്പ് നൽകുന്നു. ഒരുവന് വസ്ത്രം വെന്തുപോകാതെ മടിയിൽ തീ കൊണ്ടുവരുവാൻ കഴിയുമോ? ഒരുത്തിന് കാൽ പൊള്ളാതെ തീക്കനലിന്മേൽ നടക്കുവാൻ കഴിയുമോ? കൂട്ടുകാരന്റെ ഭാര്യയുടെ അടുക്കൽ ചെല്ലുന്നവൻ ഇങ്ങനെ തന്നെ എന്ന് പറയുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു, അവൻ അപമാനത്തിനും നിന്ദയ്ക്കും ഇരയായിത്തീരുമെന്നുള്ള കാര്യം. എത്രയോ സഹോദരിമാർ ഇന്ന് വന്നിട്ട് പറയാറുണ്ട്. ഒരു സഹോദരി പറഞ്ഞു, എന്നെ ഉപേക്ഷിച്ചിട്ട് എന്റെ ഭർത്താവ് മറ്റൊരാളുമായി കറങ്ങുന്നുവെന്ന്. ഒരു സഹോദരി പറഞ്ഞു, എന്നെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചിരിക്കുന്നു എന്നും. ഇതിനെല്ലാം സംബന്ധിച്ചതായ നിയമങ്ങളും മറ്റുമുണ്ട്. എങ്ങനെയാണ് ഇങ്ങനെ വിവാഹം കഴിക്കുന്നത്? അതുകൊണ്ട് പറയും, വിവാഹം കഴിക്കാതെ ഞങ്ങൾ നടക്കുകയാണ്. എങ്ങനെ നടക്കും? നിങ്ങൾ ജന്തുക്കളാണോ? ജന്തുക്കൾക്ക് വിവേകവും വകതിരിവും ഇല്ല. ദൈവം വിവാഹബന്ധത്തെ വിശുദ്ധ ബന്ധമായിട്ടാണ് കാണുന്നത്. വിവാഹിതരെ സംബന്ധിച്ച് സെക്സ് എന്ന് പറയുന്നത് ഭാര്യയുടെയും ഭർത്താവിന്റെയും മധ്യയിലാണ് ആകേണ്ടത്, അല്ലാതെ അത് നിന്റെ ഇഷ്ടപ്രകാരം അനുവർത്തിക്കേണ്ടത് അല്ല. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ന്യായം വിധിക്കുമെന്ന്. വളരെ ദുഃഖകരമായൊരു കാര്യം പറയാം. കഴിഞ്ഞ ദിവസം ഭാര്യയും ഭർത്താവും കൂടി എൻ്റെ അടുക്കൽ വന്നു. അവരുടെ ഒരു കൊച്ചുകുട്ടിയുമുണ്ട്. എൻ്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, മറ്റുള്ളവർ കേൾക്കാതെ എൻ്റെ അടുക്കൽ ചേർന്ന് പറയുകയാണ്, ദേവദാസ, എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ഞങ്ങളുടെ കുഞ്ഞിനും എയ്ഡ്സ് ഉണ്ടെന്ന് ഡോക്ടർ പറയാനിടയായി. എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവരുടെ കയ്യിലിരിക്കുന്നത് ഒരാഴ്ച മുമ്പ് മാത്രം ജനിച്ച കുഞ്ഞാണ്. അതെന്ത് പാപമാണ് ചെയ്തത്? നിന്റെ പാപം നിങ്ങളുടെ മക്കളുടെ മേൽ വരാതിരിക്കാൻ നീ നിന്റെ ഭാര്യയിലേക്ക് ആ രോഗത്തെ പകർത്താതെ നീ പരസ്ത്രീയുടെ അടുക്കലേക്ക്, ഈ രോഗം വരുന്നതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ അത് ലൈംഗിക ബന്ധത്തിൽ കൂടി മാത്രം വരുന്ന രോഗമാണ്. ഇത് പണ്ടങ്ങോ ആഫ്രിക്കയിലോ മറ്റോ ഒരു കുരുങ്ങുമായിട്ട് ഒരുവൻ സമ്പർക്കം ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് വന്നതായ ഒരു രോഗമാണ്. അത് പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് പടർന്നു പിടിച്ചു. അവിടെ പുരുഷനും സ്ത്രീയും പാപം ചെയ്ത് ജീവിക്കുന്നതിൻ്റെ കാരണമായിട്ട് അത് വളരെ വ്യാപിക്കുവാനും ഇടയായി. പിന്നീടത് ഭാരതത്തിലേക്കും വ്യാപരിച്ച് വരുവാനിടയായി. ഇപ്പോൾ നോക്കൂ, നമ്മുടെ സംസ്ഥാനങ്ങളിൽ പല ദേശങ്ങളിലും അനേക ഇടങ്ങളിലും കാണാൻ കഴിയും. ഞാനൊരു ഗ്രാമത്തിൽ ചെന്ന സമയത്ത് അവിടെയുള്ള സഹോദരൻ പറഞ്ഞു, ബ്രദർ, ഇവിടെയുള്ള ആളുകളിൽ പകുതിയിൽ കൂടുതൽ പേർക്കും എയ്ഡ്സ് ആണെന്ന്. അതിൻ്റെ അർത്ഥം അവിടെയുള്ളതായ ആളുകൾക്ക് നീതിയോ ന്യായമോ ഒന്നുമില്ല. ഇഷ്ടപ്രകാരം അവർ ജീവിക്കുന്നു. കുടുംബങ്ങൾക്ക് വിലയില്ലെന്നാണ്. ജാഗ്രത, നിന്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാകുന്നു. എൻ്റെ ആലയത്തെ ആരെങ്കിലും നശിപ്പിച്ചാൽ അവനെയും ഞാൻ നശിപ്പിക്കുമെന്ന് കർത്താവ് പറഞ്ഞു. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് നിങ്ങളുടെ ശരീരം ദൈവത്തിന് വേണ്ടിയുള്ളതാണ്, അല്ലാതെ വേശ്യകൾക്ക് വേണ്ടിയുള്ളതല്ല? ദൈവത്തിൻ്റെ നാമമഹത്വത്തിന് വേണ്ടിയാണ്. നീ എത്ര അത്ഭുതകരമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നീ ഓർക്കുന്നുണ്ടോ? നിനക്ക് നല്ല രൂപം തന്നു, നിനക്ക് നല്ല സൗന്ദര്യം തന്നു, നല്ല ആരോഗ്യം തന്നു, നിന്നെ ദൈവം കാക്കുന്നു എന്ന സത്യം നീ ഓർക്കുന്നുണ്ടോ? യൗവനക്കാരാ, നിന്റെ യൗവനത്തിൽ നീ അഹങ്കരിക്കരുത്. നിന്റെ സൗന്ദര്യത്തെക്കുറിച്ച് നീ പുകഴുവാൻ ഇടയാകരുത്. ഇന്നുള്ള അനേകം ആളുകൾക്കും ആത്മനിയന്ത്രണം ഇല്ല. അതുകൊണ്ടാണ് വ്യഭിചാര പാപത്തിൽ വീണു പോകുന്നത്. എത്രയോ കോളേജ് സ്റ്റുഡൻറ്റുകൾ, എത്രയോ ഹൈസ്കൂൾ സ്റ്റുഡൻറ്റുകൾ, 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഒക്കെ എത്തുമ്പോഴേക്കും എത്രയോ പെൺകുട്ടികൾ ലൈംഗിക പാപത്തിൽ അകപ്പെടുന്നുണ്ട്. ദുഷ്പ്രവർത്തികൾക്കിരയായി പോകുന്ന എത്രയോ യൗവനക്കാരായിരിക്കുന്ന മക്കൾ. പറഞ്ഞു കൊടുക്കുവാൻ മാതാപിതാക്കളില്ല. ക്രിസ്തീയ സഭകളിൽ ഉപദേശിച്ചു കൊടുക്കുന്ന ഉപദേശകന്മാരില്ല. അവർക്ക് കൗൺസിലിംഗ് കൊടുക്കാൻ, ഉപദേശം കൊടുക്കുവാൻ നല്ല ഉപദേശകന്മാരില്ല. അത് തമാശയാണെന്ന് കണ്ടുകൊണ്ട്, അത് ഒരു രസമാണെന്ന് വിചാരിച്ച്, അത് യൗവനപ്രായത്തിലെ സ്വാഭാവികമായ കാര്യമാണെന്ന് വിചാരിച്ചുകൊണ്ട്
പ്രേമം പ്രേമമെന്ന് പറഞ്ഞ് പാപത്തിൽ അകപ്പെട്ടിട്ട് ജീവിതത്തെ നശിപ്പിക്കുന്നതായ എത്രയോ കുഞ്ഞുങ്ങൾ, എത്രയോ ആളുകൾ ഇന്ന് ഇന്ദ്രിയ ജയം ഇല്ലാത്തത് കാരണം ജീവിതത്തിൽ ദുഃഖം അനുഭവിക്കുന്നവരുണ്ട്. എത്രയോ ആളുകൾ ഇന്ന് നോക്കൂ, കടം 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 കടം. നിങ്ങളിൽ കടമുള്ളവർ കൈയുയർത്താൻ പറയുമ്പോൾ എത്ര പേർ കൈയുയർത്തുമെന്ന് എനിക്കറിയാം. ഒരുപക്ഷെ എല്ലാവരും കൈയുയർത്തിയാലും അതിശയിക്കേണ്ടതില്ല. എന്തുകൊണ്ട് കടം വന്നു? എൻ്റെ അടുക്കൽ കടഭാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വരുന്നവരോട് ഞാൻ ഈ ചോദ്യം എപ്പോഴും ചോദിക്കാറുണ്ട്. എന്തുകൊണ്ട് കടം വാങ്ങി? മകളുടെ വിവാഹത്തിന് വേണ്ടി കടം വാങ്ങാനിടയായി. ആര് പറഞ്ഞു വിവാഹം കഴിപ്പിക്കുവാൻ കടം വാങ്ങണം എന്ന്? സ്ത്രീധനമില്ലാതെ ആരും കല്യാണം കഴിക്കുന്നില്ല എന്ന്. ഓക്കെ, സ്ത്രീധനം കൊടുത്ത് വിവാഹമൊക്കെ നടത്തി. ഇപ്പോൾ എങ്ങനെയായിരിക്കുന്നു? 3-ാം ദിവസം തന്നെ പറഞ്ഞു വിട്ടു. നോക്കൂ, സ്ത്രീധനം വാങ്ങിയവൻ ആ സ്ത്രീധനം വാങ്ങിയിട്ട് അവളെ നോക്കുമെന്നുള്ള വിശ്വാസം നിനക്ക് ഉണ്ടോ? ഇങ്ങനെ പണത്തോട് ആർത്തിമൂർത്തി ജീവിക്കുന്നവന് ആരോ പറയുന്നത് കേട്ടു, സ്ത്രീധനം വാങ്ങിക്കുന്നവൻ കഴുതയാണെന്ന്. നമ്മുടെ ഭാരതത്തിൽ സ്ത്രീധനം എന്നത് ഫിക്സായി തീർന്നിരിക്കുന്നു. പിന്നെ സ്ത്രീധനത്തിന് വേണ്ടി കടം വാങ്ങുന്നു. ഒരു ദിവസത്തെ വിവാഹ ആഡംബരത്തിന് വേണ്ടി ലക്ഷങ്ങൾ കടം വാങ്ങി വിവാഹം കഴിച്ച ദമ്പതികൾക്ക് സമാധാനമില്ല, മാതാപിതാക്കൾക്ക് സ്വസ്ഥതയില്ല. എന്തുകൊണ്ടാണ്? അവർക്ക് ആത്മനിയന്ത്രണമില്ല. ദൈവമേ, ഈ വിവാഹത്തിനാവശ്യമായ പണം നീ നൽകണമേ. 21 വയസ്സിലും 22 വയസ്സിലുമൊക്കെ മകളുടെ വിവാഹം കഴിക്കണമെങ്കിൽ ആ മകൾക്ക് വിവാഹത്തിന് വേണ്ടി പണം സംഭരിച്ചുകൂടെ? പണം സ്വരൂകൂട്ടിക്കൂടെ? പെട്ടെന്നൊരു ദിവസം വിവാഹമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കടം വാങ്ങേണ്ടതായ ആവശ്യമുണ്ടോ? പെട്ടെന്ന് വിവാഹം നടത്തിയിട്ട് അതിനുശേഷം പ്രാർത്ഥിക്കാൻ സമയമില്ലിപ്പോൾ, കടഭാരമോർത്ത് വിഷമിക്കുകയാണെന്ന് പറയുന്നു. കാരണം ഇന്ദ്രിയ ജയമില്ല. കടം വാങ്ങുന്നവൻ കടം കൊടുക്കുന്നവന് ദാസനാണ്. ബൈബിളിൽ പറയുന്നു, കടം വാങ്ങുന്നവൻ കടം കൊടുക്കുന്നവന് ദാസനാണ്. നിങ്ങൾ വില കൊടുത്ത് വാങ്ങപ്പെട്ടവർ ആകയാൽ മനുഷ്യർക്ക് ദാസന്മാർ ആകരുത്. 45 വർഷമായിട്ട് ദൈവത്തിൻ്റെ വേല ചെയ്യുകയാണ്. എൻ്റെ ആദ്യത്തെ സ്തോത്രകാഴ്ച 1 രൂപയായിരുന്നു. 1 രൂപ 25 പൈസയായിരുന്നു സ്തോത്രകാഴ്ച. ഒരാഴ്ചത്തെ സ്തോത്രകാഴ്ചയാണ്. 2-3 അമ്മച്ചിമാർ വന്നിട്ട് സ്തോത്രകാഴ്ചയും അരിയുമൊക്കെ നൽകുമായിരുന്നു. ഞാനും എൻ്റെ ഭാര്യയും അതായിരുന്നു കഴിച്ചിരുന്നത്. ഞങ്ങൾക്ക് ഒരു ഗതിയുമില്ലാത്ത ആളുകളല്ലായിരുന്നു. പറഞ്ഞല്ലോ, ഞങ്ങളുടെ പിതാവ് എഞ്ചിനീയറാണ്. ഞങ്ങൾക്ക് സ്വന്തം വീട്, ബിൽഡിങ്ങുകൾ, എല്ലാ സുഖസൗകര്യങ്ങളുമുണ്ട്. എന്നാൽ ദൈവം പറഞ്ഞ ഗ്രാമത്തിലേക്ക് പോകുവാനിടയായി. ദൈവം പറഞ്ഞതായ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് ഒരു കുടിലിൽ താമസിച്ചുകൊണ്ട് ആ ഗ്രാമത്തിൽ ദൈവവേല ചെയ്യുമ്പോൾ ആ ചെറിയ സ്തോത്രകാഴ്ചയിൽ സന്തോഷിച്ച് ദൈവത്തിന്റെ സേവ ചെയ്തു. ദൈവം വേല ചെയ്യാൻ പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ തന്നെ അനുസരിച്ചു. ദൈവം എന്നെ ഒന്നുമില്ലാത്തവനാക്കി മാറ്റിയില്ല. എന്റെ മക്കളെ ദരിദ്രന്മാരാക്കിയില്ല. നീ ദൈവത്തിന്റെ പിറകെ പോയാൽ നിന്റെ ഭാവി എന്തായിത്തീരുമെന്ന് പറഞ്ഞ് പലരും എന്നെ നിരുത്സാഹപ്പെടുത്തിയിരുന്നു. ദൈവവേല ചെയ്യണമെങ്കിൽ നീ ഒരു കാര്യം ചെയ്യൂ. എന്തെങ്കിലും ഒരു ജോലി ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരു സൈഡ് ബിസിനസ് ചെയ്യുക, അല്ലെങ്കിൽ നിന്റെ ഭാര്യയും മക്കളെയും എങ്ങനെയാണ് നീ നടത്തുന്നത്? എങ്ങനെ നീ പോഷിക്കും? എനിക്കൊന്നും ആവശ്യമില്ല, യേശുവിന്റെ ബിസിനസ്സാണ് എൻ്റെ ബിസിനസ്. അയ്യോ, യേശുവിൽ ബിസിനസ് ഇല്ല കേട്ടോ. കീ ചെയിൻ വിൽക്കുന്നതും കലണ്ടർ വിൽക്കുന്നതും. ജയ്പോൾ ഫൗണ്ടേഷൻസിന്റെ പേഴ്സ് അവിടെ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ വാങ്ങിച്ചാൽ എപ്പോഴും നിങ്ങളുടെ കയ്യിൽ പണമുണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ അത് മൊത്തം നിങ്ങൾ വാങ്ങിക്കൊണ്ട് പോകും. എന്താണിത്? പേഴ്സുകൾ വിൽക്കുന്നതിന്, കലണ്ടർ വിൽക്കുന്നതിന്, ഡയറികൾ വിൽക്കുന്നതിന്, പ്രാർത്ഥിച്ചതായ എണ്ണ വിൽക്കുന്നതിന്, അനേകം എണ്ണക്കുപ്പികൾ വിൽക്കുന്ന പാസ്റ്റർമാരുണ്ട്. ഇത് അനേകർക്കൊരു ബിസിനസ്സായി മാറിയിരിക്കുന്നു. ഇന്ന് പാഠപുസ്തകം വാങ്ങാൻ പറഞ്ഞ ആരും വാങ്ങത്തില്ല. എന്നാൽ ഈ സർവ്വരോഗ സംഹാരി എന്ന് പറഞ്ഞുകൊണ്ട് എണ്ണക്കുപ്പി വാങ്ങിക്കാൻ പറഞ്ഞാൽ മുഴുവൻ വാങ്ങിച്ചുകൊണ്ട് പോകും. ബോട്ടിലിനെ വിലയുള്ളൂ, എണ്ണ സൗജന്യമാണെന്നാണ് പിന്നെ പറയുന്നത്. നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു പോകരുത്. നിങ്ങളുടെ വീട്ടിലുള്ളതാ എണ്ണ മതി. എണ്ണയിൽ ഒരു ശക്തിയുമില്ല. നീ പ്രാർത്ഥിച്ചാലും ഞാൻ പ്രാർത്ഥിച്ചാലും ഒരുപോലെയാണ്. ശുദ്ധ ഹൃദയത്തോടെ പ്രാർത്ഥിക്കണം, അത്രയേ ഉള്ളൂ. വിശ്വാസത്തോടുകൂടി പ്രാർത്ഥന ചെയ്യണം. നിങ്ങളുടെ വീട്ടിലെ എണ്ണയെടുത്തിട്ട് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ച് നിങ്ങളുടെ കുഞ്ഞിനെ തേക്കുക. തീർച്ചയായും സൗഖ്യം ലഭിക്കും. അതിനുവേണ്ടി ഞാൻ നൽകുന്ന എണ്ണ ബോട്ടിൽ വാങ്ങേണ്ട കാര്യമില്ല. ഇന്നുള്ള ക്രിസ്തീയ ഉപദേശകരുടെ ഉപദേശങ്ങൾ എങ്ങനെ മാറിയിരിക്കുന്നെന്ന് നോക്കൂ. ആ കാലത്ത് പൗലോസിന്റെ റൂമാൽ തൊട്ടപ്പോൾ സൗഖ്യം പ്രാപിച്ചു എന്ന് പറഞ്ഞ് ഒരു സന്ദർഭത്തിൽ, ആ ഒരു സാഹചര്യത്തിൽ അവർ വിശ്വാസത്തോടുകൂടി വന്ന് തൊട്ടപ്പോൾ സൗഖ്യം പ്രാപിച്ചു എന്ന് പറഞ്ഞ് ഇപ്പോൾ തൂവാല വിൽക്കുകയാണ് ചെയ്യുന്നത്. തൂവാലയുടെ ബിസിനസ്. എന്തിനാണ് തൂവാല വാങ്ങാൻ പോകുന്നത്? എന്തിനാണ് എണ്ണ വാങ്ങാൻ പോകുന്നത്? ഞാൻ പുസ്തകം വാങ്ങിക്കാൻ പറയുന്നത് അത് ദൈവത്തിന്റെ വചനം പഠിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. അല്ലാതെ പുസ്തകം തലക്കീഴെ വായിക്കൂ, നാളെ രാവിലെ ലക്ഷങ്ങൾ കിട്ടുമെന്ന് ഞാൻ പറയില്ല. ഇത് മന്ത്രത്തിന്റെ പുസ്തകമല്ല, ഇത് ദൈവത്തിന്റെ വചനമാണ്. അത് പ്രിന്റ് ചെയ്യാൻ പണച്ചെലവുണ്ട്. അതുകൊണ്ടാണ് ആ ചെലവ് നിങ്ങൾ വഹിക്കാൻ പറയുന്നത്. അതാണ്. എന്നാൽ ഇന്ന് അനേകം ആളുകൾ ദൈവവേലയിൽ കൂടി മനുഷ്യരെ ഇന്ദ്രിയ ജയം പഠിപ്പിച്ചു കൊടുക്കേണ്ടതിന് പകരമായിട്ട് ആശകൾ പഠിപ്പിക്കുകയാണ്, ആഗ്രഹങ്ങൾ ജനിപ്പിക്കുകയാണ്. അങ്ങനെ ചെയ്യുന്നവർ അനേകരുണ്ട്. ഒരാൾ എനിക്ക് കത്തെഴുതി, ഒരു ദേവദാസൻ എന്നോട് പറയാനിടയായി, നിങ്ങൾ
TV പ്രോഗ്രാം സ്പോൺസർ ചെയ്താൽ നിങ്ങൾക്ക് ജോലി ലഭിക്കുവാനിടയാകും, ലക്ഷക്കണക്കിന് കാശ് കിട്ടും എന്ന് പറഞ്ഞപ്പോൾ കടം വാങ്ങിച്ചിട്ട് 10,000 രൂപ കെട്ടുവാനിടയായി. എന്നാൽ ജോലിയും കിട്ടിയില്ല, കാശും കിട്ടിയില്ല. കടക്കാർ മാത്രം വന്ന് ദിവസവും ചോദിക്കുന്നുണ്ട്. ആരാണ് കടം വാങ്ങാൻ നിന്നോട് പറഞ്ഞത്? ദൈവത്തിനു വേണ്ടി ആരാണ് കടം വാങ്ങാൻ പറഞ്ഞത്? നിന്റെ കയ്യിലുണ്ടെങ്കിൽ കൊടുക്കൂ, അല്ലെങ്കിൽ നീ കൊടുക്കേണ്ട കാര്യമില്ല. ദൈവം പറയുന്നില്ല കടം വാങ്ങി കൊടുക്കണമെന്ന്. അതുപോലെ തന്നെ പലപ്പോഴും പ്രോമിസുകൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ പറയുക 10,000 രൂപ കൊടുക്കാമെന്ന്, അതിനുശേഷം എല്ലാ മാസവും 1000 രൂപ വെച്ച് കുറച്ച് നിങ്ങൾ കെട്ടിയാൽ മതി, അല്ലെങ്കിൽ 100 രൂപ അയച്ചു തന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം 100 രൂപ അയച്ചു തന്നുകൊണ്ടിരിക്കുക. എന്താണിത്? ഇന്ദ്രിയ ജയം വേണം. അതേ, ദുരാശകൾ വരാൻ പാടില്ല. പണം കൊടുത്ത് അനുഗ്രഹം വാങ്ങുവാൻ കഴിയില്ല. കടം വാങ്ങരുത്. കയ്യിൽ കാശില്ല എങ്കിൽ മറ്റുള്ളവരോട് കടം വാങ്ങരുത്. ഷോപ്പിംഗ് എന്നും പറഞ്ഞ് പല ആൾക്കാരും പോകാറുണ്ട്. ക്രിസ്മസ് ആണ്, ഫെസ്റ്റിവൽ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഷോപ്പിങ്ങിന് വേണ്ടി ആൾക്കാർ പോകാറുണ്ട്. അവിടെ ചെന്ന് ഇഷ്ടപ്പെട്ട സാരിയൊക്കെ വാങ്ങി ഉണ്ടായിരുന്ന പൈസ എല്ലാം തീർന്നിട്ട് അടുത്തിരിക്കുന്ന വ്യക്തിയോട് ചോദിക്കും, എന്താണ് ഒരു 300 രൂപ കടം തരാമോ? വീട്ടിൽ ചെന്നിട്ട് തരാം. 500 രൂപയുടെ സാരി വാങ്ങിച്ചുകൂടെ? അല്ലെങ്കിൽ 1000 രൂപയുടെ വാങ്ങിച്ചുകൂടെ? 1300 തന്നെ വാങ്ങണമോ? അത് ചുവന്ന സാരിയാണെന്ന്, ചുവന്നതാണെന്ന്. എന്താണ്? ആ ആശ, ആ ആഗ്രഹമാണത്. അത് വീട്ടിൽ വന്ന് കഴിയുമ്പോൾ കളറൊക്കെ പൊയ്ക്കോളും. നിങ്ങൾ ശ്രദ്ധിക്കുക, വസ്ത്രത്തിന് മേൽ ആശ വയ്ക്കരുത്, ആഹാരത്തിന് മേൽ ആശ വയ്ക്കരുത്. ചിലരെ സംബന്ധിച്ച് ആഹാരമെന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് വളരെ ബുദ്ധിമുട്ടാണ് ആ ഇഷ്ടപ്പെട്ട ആഹാരം കിട്ടിയില്ലെങ്കിൽ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക. ആ വിധവയായ സ്ത്രീ എന്താണ് പറഞ്ഞത്? കലത്തിൽ കുറച്ചു മാവും ആ ഭരണിയിൽ അല്പം എണ്ണയുമേ ഉള്ളായിരുന്നു. ദൈവത്തിന് ദാസന് വേണ്ടി ആദ്യം അപ്പം ഉണ്ടാക്കി കൊടുത്തു. ആ ക്ഷാമകാലം മുഴുവനും കലത്തിലെ മാവും കുറഞ്ഞു പോയില്ല, അതുപോലെ ഭരണിയിലെ എണ്ണയും കുറഞ്ഞു പോയില്ല. അതാണ്. അതേ ദൈവം തന്നെയല്ലേ നമ്മുടെ ദൈവം? പറയൂ, കേൾക്കുന്നവർ പറയൂ, നമ്മുടെ ദൈവവും അതേ ദൈവം തന്നെയല്ലേ? എങ്കിൽ പിന്നെ നിനക്ക് എന്തുകൊണ്ട് വിശ്വാസമില്ല? പാത്രത്തിൽ അരി തീരാതിരിക്കുമ്പോഴും അരി തീരാറായെന്ന് പറഞ്ഞ് എന്തിനാണ് ഭാരപ്പെടുന്നത്? ഒരുപാട് സാധനം വാങ്ങിച്ചു വെച്ച് നശിപ്പിക്കുന്നത് എന്തിനാണ്? ദൈവമക്കൾക്ക് ഇന്ദ്രിയ ജയം വേണം. എങ്കിൽ അവർ ചെയ്യുന്നത് ഒന്നും അസാധ്യമാകില്ല. 5 അപ്പവും 2 മീനും 5000 പേർക്ക് കൊടുത്ത ശേഷം ആളുകൾ തൃപ്തിയായിട്ട് കഷ്ണങ്ങൾ ബാക്കി വെച്ചു. കർത്താവ് പറഞ്ഞ കഷ്ണങ്ങളെല്ലാം എടുക്കുക. എന്തിനാണ്? വെറുതെ കളയാൻ പാടില്ല. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ വൃഥാവാക്കരുത്. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നശിപ്പിക്കരുത്. അനേകം ആളുകൾ ദൈവത്തിന്റെ അനുഗ്രഹം നശിപ്പിച്ചിട്ട് വീണ്ടും കടത്തിൽ വീണിട്ട് ഭാരം അനുഭവിക്കുന്നു. കാരണം എന്താണ്? ഇന്ദ്രിയ ജയമില്ല. രാജാവിന്റെ ഭക്ഷണം കഴിക്കുവാൻ, രാജാവ് കുടിക്കുന്ന വീഞ്ഞു കുടിക്കുവാൻ, രാജകൊട്ടാരത്തിൽ നിന്ന് ഭക്ഷിക്കുവാൻ അവസരം ലഭിച്ചു എന്ന് ദാനിയേല് അറിഞ്ഞപ്പോൾ ദാനിയേൽ എന്താണ് ചെയ്തത്? ദാനിയേല് വെച്ചോ? ഇല്ല. രാജഭോജനം എങ്ങനെയാണ്? തേങ്ങ ചമ്മന്തിയും ചോറും സാമ്പാറുമാണോ? രാജഭോജനം എന്ന് പറയുമ്പോൾ എന്താണ്? ആ ആഹാരത്തിൽ ഒരു കുറവും കാണില്ല. അപ്പോൾ ദാനിയേൽ എന്താണ് പറഞ്ഞത്? എനിക്ക് വേണ്ട. വിഗ്രഹാർപ്പിതം ഞാൻ ഭക്ഷിക്കുകയില്ല. മത്തുപിടിപ്പിക്കുന്നതായ ഈ വീഞ്ഞു ഞാൻ കുടിക്കുകയില്ല. എനിക്ക് ശാഖാപദാർത്ഥം മാത്രം തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ മേലധികാരി പറഞ്ഞു, നോക്കൂ, എല്ലാവരും ചിക്കൻ 65 ഒക്കെ നല്ലവണ്ണം ഭക്ഷിച്ച് ശരീരമൊക്കെ നല്ലവണ്ണം ആരോഗ്യം വെച്ചിരിക്കുന്ന സമയത്ത് ഈ സാധാരണ ആഹാരം കഴിച്ചിട്ട് നീ ക്ഷീണിച്ചിരിക്കുകയാണെങ്കിൽ രാജാവ് നാളെ എന്നെ വഴക്ക് പറയും. അപ്പോൾ ദാനിയേൽ പറഞ്ഞു, വേണമെങ്കിൽ 10 ദിവസം ഞങ്ങളെ പരീക്ഷിച്ചു നോക്കൂ. അങ്ങനെ 10 ദിവസത്തിന് ശേഷം ദാനിയേലിന്റെ മുഖം നോക്കിയപ്പോൾ കോഴിയിറച്ചിയും ആ മാംസവും ഈ മാംസവും ഒക്കെ കഴിച്ച് തിന്നു കുടിച്ചു വയറ് നിറഞ്ഞിരിക്കുന്നവരെക്കാൾ ദാനിയേലിന്റെ മുഖം നോക്കിയപ്പോൾ നല്ലവണ്ണം ആഹാരം കഴിച്ച ആളുകളുടെ മുഖത്തിനേക്കാൾ എന്തായിരുന്നു പ്രത്യേകതയുണ്ടായിരുന്നത്? അഴകുള്ളതും മാംസപുഷ്ടിയുള്ളതും ആയിരുന്നു. അഴകുള്ളത് ആയിരുന്നു. മേക്കപ്പ് ചെയ്താൽ സൗന്ദര്യം വരില്ല. എന്താണ്? ദൈവം നൽകുന്നതായ സൗന്ദര്യം. കറുത്തതാണെങ്കിലും വെളുത്തതാണെങ്കിലും ഉയരമുണ്ടെങ്കിലും ഉയരമില്ലെങ്കിലും മൂക്ക് പറഞ്ഞതാണെങ്കിലും അഴക് ദൈവം നൽകാനിടയാകും. നിന്റെ മുഖം കണ്ടാൽ മനസ്സിലാക്കും നീ ദൈവത്തിന്റെ പൈതലാണെന്ന്. അതുകൊണ്ട് എപ്പോഴും മുഖം വീർപ്പിച്ചിരിക്കാൻ പാടില്ല. എന്താണ്? ദൈവത്തിങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്. ഇന്ദ്രിയ ജയം. ആഹാരത്തിന്റെ കാര്യത്തിൽ നിയന്ത്രിക്കാത്തതിന് ഒന്നും നിയന്ത്രിക്കാൻ കഴിയില്ലെന്നാണ്. ആഹാരത്തെ ജയിക്കുവാൻ കഴിയാത്തവർക്ക്, ഉപവസിക്കുവാൻ കഴിയാത്തവർക്ക് ഒന്നിനെയും ജയിക്കുവാൻ കഴിയില്ലെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. കടം വാങ്ങുന്ന ആളുകൾക്ക് ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുവാൻ കഴിയില്ലെന്നാണ് പറയുന്നത്. ആരോ പറഞ്ഞു ലോണാണുള്ളത്, കടമല്ല എന്ന്.
അതെന്താണ്? കടത്തിൻ്റെയും ലോണിൻ്റെയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതെന്താണ്? ഇംഗ്ലീഷിലോട്ട് വാക്ക് മാറ്റിയപ്പോൾ അർത്ഥം മാറിപ്പോയെന്നാണ്. ഒരാൾ പറഞ്ഞു ഞങ്ങൾക്ക് കടവുമില്ല ലോണുമില്ല, ക്രെഡിറ്റ് കാർഡ് ഉണ്ട് എന്ന്. ക്രെഡിറ്റ് കാർഡ് അതിൻ്റെ മലയാളത്തിലുള്ള അർത്ഥം എന്താണ്? കടത്തിൻ്റെ കാർഡ്. ക്രെഡിറ്റ് കാർഡിൻ്റെ അർത്ഥം എന്താണ്? പറയൂ. കടത്തിൻ്റെ കാർഡ്. നാളെ നീ ഉണ്ടാക്കാൻ പോകുന്നതായ പണത്തെ ഇന്ന് തന്നെ ചിലവഴിക്കാൻ ഉപയോഗിക്കുന്നതാണ് ക്രെഡിറ്റ് കാർഡ്. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന വ്യക്തിക്ക് അത് എത്രമാത്രം ചിലവാകുന്നു എന്നറിയില്ല. പണം കയ്യിൽ എണ്ണിക്കൊടുക്കുമ്പോൾ അത് എത്രമാത്രം ചിലവാകുന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. ക്രെഡിറ്റ് കാർഡ് അവിടെ എടുത്ത് എങ്ങനെ സ്വൈപ്പ് ചെയ്യും. പിന്നെ ഒരുപാട് കാശിന്റെ കടക്കാരനായി നീ മാറുകയാണ്. പിന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ട് അയ്യോ എന്താണ് പൈസ എങ്ങനെ അടയ്ക്കേണ്ടത്? എന്താണ്? ഇന്ദ്രിയ ജയമില്ല. ഇന്ന് നിന്റെ ദൈവത്തോട് പറയുക, ഇയ്യോബ് ഒരു തീരുമാനമെടുക്കാനിടയായി. ഞാൻ എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തിരിക്കുന്നു. ഞാൻ അതുകൊണ്ട് കന്യകയെ എങ്ങനെ നോക്കും? ഞാൻ പരസ്ത്രീയെ നോക്കുകയില്ല എന്ന് അവൻ തീരുമാനമെടുക്കാനിടയായി. ദാവീദ് പറഞ്ഞു, ഞാൻ വ്യർത്ഥമായത് നോക്കാതെ ഒരിക്കൽ നോക്കുവാനിടയായി. ഒരു സീൻ, ഒന്നിനും കൊള്ളാത്ത ഒരു സീൻ. എപ്പോഴും യുദ്ധത്തിന് പോയിരുന്ന ദാവീദ്, എപ്പോഴും പർവ്വതത്തിലേക്ക് നോക്കിപ്പാർത്തിരുന്ന ദാവീദ് ഒരു സ്റ്റേജിലെത്തുന്ന സമയത്ത്, മഹാരാജാവാകുന്ന സമയത്ത് അവരുടെ ഭാവങ്ങൾ മാറും. നമ്മുടെ ജീവിതത്തിൽ അതാണ് പ്രശ്നം. ഒന്നുമില്ലാതിരിക്കുമ്പോൾ ദൈവമേ ദൈവമേ എന്ന് വിളിക്കും. ദൈവം അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ, ദൈവം സമ്പത്ത് നൽകിയാൽ, ദൈവം ജോലി നൽകുമ്പോൾ, നല്ല നല്ല അധികാരം നൽകുമ്പോൾ, ദൈവം നല്ല വാഹനം നൽകുമ്പോൾ, അനുഗ്രഹിക്കുമ്പോൾ, പിന്നെ നിന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കാര്യം പിന്നെ ഓർക്കുകയേയില്ല. ഉറങ്ങുക, തിന്നുക, ഉറങ്ങുക. വൈകുന്നേരം വരെയും കിടന്നുറങ്ങി. എപ്പോഴാണോ മനുഷ്യൻ ഉറങ്ങുന്നത്? പറയൂ. രാത്രിയാണോ പകലാണോ? ഇപ്പോൾ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ഉള്ളത് കൊണ്ട് പകൽ കിടന്നുറങ്ങാറുണ്ട്. അത് വേറെ കാര്യമാണ്. ഉച്ച കഴിഞ്ഞ് കിടന്നുറങ്ങിയിട്ട് വൈകുന്നേരം എഴുന്നേൽക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ആ അവസ്ഥ? വല്ലാത്തൊരു അനുഭവമായിരിക്കും, വല്ലാത്തൊരു ആലസ്യമായിരിക്കും. വൈകുന്നേരം എഴുന്നേറ്റിട്ട് പ്രാർത്ഥിക്കേണ്ടതായ മനുഷ്യൻ എന്താണ് ചെയ്യുന്നത്? മാളിക മുകളിൽ കയറി കാഴ്ചകൾ കാണുകയാണ്. ഉയരത്തിലേക്ക് നോക്കിക്കൊണ്ടിരുന്നവൻ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? അവൻ താഴേക്ക് നോക്കുകയാണ്. അപ്പോൾ താഴെ ഒരു സൈനികന്റെ ഭാര്യ അല്പവസ്ത്രം ധരിച്ചുകൊണ്ട് കുളിക്കുകയാണ്. ആ കാലത്ത് ബാത്റൂമൊന്നും ഇല്ലായിരുന്നല്ലോ. നമ്മുടെ ഭാരതത്തിൽ എത്ര ആളുകൾക്ക് ബാത്റൂംസ് ഉണ്ട്? എത്ര ആളുകൾക്ക് ലാട്രിൻ ഉണ്ട്, ടോയ്ലറ്റ്സ് ഉണ്ട്? എന്താണ്? ഭരണകർത്താക്കൾ പണിയുന്നുണ്ട് എന്നൊക്കെ പറയുന്നു, പക്ഷേ എവിടെയും കാണുകയില്ല. എത്രയോ ആളുകൾ ഇന്ന് അവരുടെ ഭവനങ്ങളിൽ സുരക്ഷിതത്വം ഇല്ലാത്തതിനാൽ മറ്റുള്ളവരുടെ ആക്രമണത്തിന് ഇരയാകാറുണ്ട്, ദുഷ്ടന്മാരുടെ കയ്യിൽ അകപ്പെടാറുണ്ട്. ഗ്രാമങ്ങളിൽ ഇത് പലപ്പോഴും കാണാറുള്ളതാണ്. അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ വെളിയിൽ പോകുമ്പോൾ ആരുടെയെങ്കിലും കയ്യാൽ അവർ അപമാനിതരായിത്തീരുന്നത് പലപ്പോഴും നാം കേൾക്കാറുള്ളതാണ്. ദേശത്തിൻ്റെ വളർച്ചയ്ക്ക് എല്ലാവർക്കും ആദ്യം ടോയ്ലറ്റാണ് വേണ്ടത്, സെൽഫോണുകളല്ല. നമ്മുടെ രാജ്യത്തിൽ ടോയ്ലറ്റുകളേക്കാൾ കൂടുതൽ സെൽഫോണുകളാണുള്ളത്. കുടുംബങ്ങളിൽ സ്വന്തമായിട്ട് ഒരു ടോയ്ലറ്റില്ല, എന്നാൽ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഓരോരോ സെൽഫോണുകൾ ഉണ്ട്. ഇപ്പോൾ ഇന്ദ്രിയ ജയം വേണം, ഇന്ദ്രിയ ജയം വേണം. എല്ലാവരും പ്രീപെയ്ഡ് ഫോണുകളാണ് ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ പണം എപ്പോഴാണ് തീരുന്നതെന്ന് അറിയുവാൻ കഴിയുന്നതാണ്. എന്നാൽ പോസ്റ്റ് പെയ്ഡ് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴോ സംസാരിച്ച് അവസാനം ബില്ല് വരുമ്പോൾ എന്തുകൊണ്ട് ഇത്രയും ബില്ല് വന്നു? നീ സംസാരിച്ചത് കൊണ്ടാണ് ഈ ബില്ല് വന്നത്. ഇന്ദ്രിയ ജയം. ഫോൺ ഉണ്ടെങ്കിൽ ഫോൺ നന്നായി ഉപയോഗിക്കുക. TV ഉണ്ടെങ്കിൽ അത് നോക്കി ഉപയോഗിക്കൂ. ക്രിസ്ത്യാനി തൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നവനായിരിക്കണം. തൻ്റെ കണ്ണുകളെ അവൻ നിയന്ത്രിക്കുന്നവനായിരിക്കും. തൻ്റെ മനസ്സിലെ ആശകളെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അവൻ കൊണ്ടുവരാനിടയാകും. ഇന്നുള്ള ക്രിസ്തീയ പ്രസംഗികർ മനുഷ്യരെ അവർക്ക് വിശുദ്ധമായ ജീവിതം നയിക്കണമെന്നുള്ളതായ ഉപദേശങ്ങൾ കൊടുക്കാതെയിരിക്കുന്നു. തകർന്ന മനസ്സും നുറുങ്ങിയ ഹൃദയവുമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് പ്രസാദകരം നിന്റെ നുറുക്കത്തോടുകൂടിയുള്ളതായ പ്രാർത്ഥനയാണ്. നീ ശുദ്ധ മനസാക്ഷിയുള്ളവനായിരിക്കണം. പൗലോസ് പറയുന്നു, ഫെലിക്സേ, നീ എത്ര വലിയ അധികാരിയാണെങ്കിലും നിന്റെ ഇഷ്ടങ്ങൾ അനുസരിച്ച് നിന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയല്ല ഞാൻ പ്രസംഗിക്കുന്നത്. എൻ്റെ ദൈവം എന്നോട് പറഞ്ഞ വാക്കുകളാണ് ഞാൻ പറയുന്നത്. നീതിയോടുകൂടെ ജീവിക്കുക. നിനക്ക് വേണ്ടി നിന്റെ സ്ഥാനത്ത് മരിച്ചതായ കർത്താവിനെ വിശ്വസിച്ച് നിന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് അവനെ അനുസരിച്ചുകൊണ്ട് അവൻ്റെ കാൽപാദങ്ങളെ പിന്തുടർന്ന് പോകുന്നില്ല എങ്കിൽ അയ്യോ നിനക്ക് കഷ്ടമാണ്. നിന്റെ അപ്പനപ്പൂപ്പന്മാരെല്ലാം ക്രിസ്ത്യാനികളാണെങ്കിലും നീ നല്ലവണ്ണം ബൈബിൾ ജ്ഞാനമുള്ളവനാണ് എങ്കിലും നിന്റെ അന്തരംഗത്തിൽ നിനക്ക് വിശുദ്ധി ഇല്ല എങ്കിൽ, ദൈവത്തിൻ്റെ നീതിയുള്ളവനായി ജീവിക്കുന്നില്ല എങ്കിൽ, നിന്നിൽ ഇന്ദ്രിയ ജയം എന്നുള്ളതായ ഫലം ഇല്ല എങ്കിൽ, ആത്മാവിൻ്റെ ഫലമായ സ്നേഹവും സന്തോഷവും സമാധാനവും ദീർഘക്ഷമയും വിശ്വാസവും പരോപകാരം, അങ്ങനെ 9 ഫലങ്ങളുണ്ട്. ഇന്ദ്രിയ ജയം.
ആ ഫലങ്ങൾ കായ്ക്കുന്ന ക്രിസ്ത്യാനികളായിരിക്കണം നാം. വരങ്ങൾ വരികയും പോവുകയും ചെയ്യും. ആത്മഫലങ്ങളോ അത് ഫലം കായ്ക്കേണ്ടതാണ് നമ്മിൽ നിന്നുകൊണ്ട്. വരം ആരോ നൽകുന്നതാണ്, ഫലം നമ്മിലുള്ളതാണ്. നാം ഫലിക്കുന്നവരായി തീരണമെന്ന് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കാം, എല്ലാവർക്കും കർത്താവിനോട് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ചുകൊണ്ട് കർത്താവിനോട് ഒരു നിമിഷം ഈ വാക്കുകൾ പറയുക. എൻ്റെ ജീവിതത്തിൽ നീതിയില്ല കർത്താവേ, നിജമായൊരു ജീവിതമാണ് ഞാൻ നയിക്കുന്നത്. മോഹങ്ങളെ ജയിക്കുവാൻ കഴിയാതെ ഒരുപാട് കടബാധ്യത ഞാൻ വരുത്തിവെച്ചു. ശരീരത്തിൻ്റെ ഇച്ഛകളിൽ അകപ്പെട്ട് ജീവിതത്തിൽ അധപ്പതിച്ചു പോകാനിടയായി. യേശുവേ, യേശുവേ, എന്നോട് കരുണ കാണിക്കണമേ. എൻ്റെ ശരീരത്തിൽ ഒരുപാട് രോഗങ്ങളുണ്ട്. എൻ്റെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എൻ്റെ കുടുംബത്തിലെല്ലാം പ്രശ്നങ്ങളാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്കൊരുപാട് വിരക്തിയുണ്ട്. കുടിച്ച് കുടിച്ച് എൻ്റെ ശരീരം നശിച്ചു പോവുകയാണ്. പ്രശ്നങ്ങൾ മറക്കുന്നതിന് വേണ്ടി മദ്യപിച്ചിട്ട് മറ്റു പ്രശ്നങ്ങൾ വരുത്തിവെക്കുകയാണ് ചെയ്യുന്നത്. എന്നെ സഹായിക്കണമേ. എൻ്റെ ഭാര്യയോട് ഞാൻ അന്യായം കാണിച്ചു. അന്യ സ്ത്രീകളുമായിട്ട് ഞാൻ ബന്ധം പുലർത്താനിടയായി. എൻ്റെ കുടുംബത്തിനെതിരെ ഞാൻ ദോഷം പ്രവർത്തിച്ചു. നിന്റെ കോപം എൻ്റെ മേൽ വരുന്നതിന് മുൻപേ നിന്റെ പാദപീഠത്തിലേക്ക് ഞാൻ അടുക്കുകയാണ്. എന്നോട് ക്ഷമിക്കണമേ എന്നവനോട് ചോദിക്കുക. യൗവനക്കാരാ, ദുരാലോചനകൾക്കിടം കൊടുത്ത്, ദുഷ്ടപ്രവർത്തനങ്ങൾക്കിടം കൊടുത്ത്, ലൈംഗിക പാപത്തിൽ വീണുപോയി ജീവിതം നശിച്ച രീതിയിലായിരിക്കുന്നപ്പാ, ഈ ദിവസം യേശു നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യും. നിന്നെ അവൻ തള്ളിക്കളയുകയില്ല. നിന്റെ പാപങ്ങളെല്ലാം എടുത്തു കാണിച്ചുകൊണ്ട് നിന്നെ അവൻ വെറുത്ത് പോവുകയല്ല. ഞാൻ നിന്നെ ശുദ്ധീകരിക്കാം. ഞാൻ നിന്നോട് ക്ഷമിക്കാം. ഞാൻ നിന്നെ സഹായിക്കാം. നീ എൻ്റെ മകനാണ്. ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നിന്നെ എനിക്ക് ആവശ്യമാണെന്ന് പറയുന്ന യേശു തൻ്റെ കരങ്ങൾ നീട്ടി നമ്മുടെ മുൻപിൽ നിൽക്കുന്നു. യേശുവേ, എന്നെ സഹായിക്കണമേ. എൻ്റെ കഷ്ടതകൾ മാറ്റണമേ. എന്നെ ഉപേക്ഷിക്കരുതേ കർത്താവേ. എൻ്റെ ഭർത്താവ്, എന്നെ വിവാഹം കഴിച്ചതായ എൻ്റെ ഭർത്താവ് എന്നെയും എൻ്റെ മക്കളെയും ഉപേക്ഷിച്ചു പോയിരിക്കുന്നപ്പാ. എന്നെ നീ ആശ്വസിപ്പിക്കണമേ. എൻ്റെ കുടുംബത്തെ നീ പണിയണമേ. നീ എന്നെ സഹായിക്കുമാറാകണമേ എന്ന് കർത്താവിനോട് ചോദിക്കുക. പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി ഞങ്ങളെ ദർശിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനയെ നീ ശ്രദ്ധിക്കണമേ. നിന്റെ മക്കളുടെ നിലവിളിയെ നീ ശ്രദ്ധിക്കണമേ. അവരുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന നിലവിളി നീ കേൾക്കണമേ. അവരുടെ നെടുവീർപ്പുകളെ കേൾക്കണമേ. അവരുടെ അവസ്ഥകളെ മനസ്സിലാക്കിയിട്ട് അവരുടെ ആവശ്യങ്ങളെ നീ നിറവേറ്റണമേ. നീ സർവശക്തനായ ദൈവമാണ്, സർവസമ്പന്നനായ ദൈവമാണ്. എനിക്ക് സാധിക്കാത്തത് എന്തെങ്കിലും ഉണ്ടോ, എനിക്ക് അസാധ്യമായത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നീ ചോദിക്കുന്നു. നിനക്ക് അസാധ്യമായത് ഒന്നുമില്ലല്ലോ കർത്താവേ. നിരാശപ്പെട്ട് വേദനയിലായിരിക്കുന്ന ഹൃദയങ്ങളെ ഇന്ന് നീ ദർശിക്കുമാറാകണമേ. നിന്റെ കയ്യിൽ എന്തുണ്ട്, ഞാൻ നിന്നെ അനുഗ്രഹിക്കാമെന്ന് അന്ന് നീ പാവപ്പെട്ട വിധവയോട് നീ പറഞ്ഞല്ലോ. എൻ്റെ ഭരണിയിൽ അല്പം എണ്ണ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നീ എങ്ങനെയാണ് അത് അനുഗ്രഹിച്ചു കൊടുത്തത്? അതുപോലെ ഞങ്ങളുടെ അധ്വാന ഫലത്തെ അനുഗ്രഹിച്ച് കഷ്ടത മാറുന്നതിന് വേണ്ടി, കടങ്ങൾ മാറുന്നതിന് വേണ്ടി അവരുടെ ജീവിതത്തെ നീ അനുഗ്രഹിക്കണമേ. എൻ്റെ യേശു എനിക്ക് നന്മ ചെയ്തുവെന്ന് പറഞ്ഞുകൊണ്ട് സാക്ഷ്യം പറഞ്ഞ് അവരുടെ ജീവിതം നിനക്ക് സമർപ്പിക്കുവാൻ സഹായിക്കണമേ. ഭൗതികമായ വസ്തുവകകൾ, സമ്പാദ്യങ്ങൾ കൂട്ടിവെക്കുവാൻ വേണ്ടിയല്ല, മറിച്ച് ആത്മാക്കളെ സമ്പാദിച്ചുകൊണ്ട് സ്വർഗത്തിൻ്റെ അവകാശികളാക്കി മാറ്റുവാൻ ഞങ്ങൾ എല്ലാവരെയും സഹായിക്കുമാറാകണമേ എന്ന് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ, ആമേൻ. നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും പ്രാർത്ഥിച്ചതായ സകല വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ, യേശുവേ, യേശുവേ.
യേശുവേ 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 യേശുവേ